ഈ കൊട്ടാരത്തിൽ അടുക്കളക്കാരിയായ ഞാനിപ്പോ ഇവിടെ എന്തൊക്കെ ചെയ്യണം? നൃത്തക്കില്ലാത്തപ്പോ ഡാൻസ് കളിക്കണം, തോഴിയില്ലാത്തപ്പോ വീശണം, ബടനില്ലാത്തപ്പോ കുന്തം പിടിക്കണം. ഇനി ഞാനൊരു കുന്തം പിടിക്കണില്ല. കാണുമ്പോ വലിയ ബാഹുബലിയുടെ കൊട്ടാരം, പക്ഷെ ഇതുപോലെ ദാരിദ്ര്യം പിടിച്ചൊരു കൊട്ടാരം ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് എന്തോന്ന് കട്ടപ്പ? അയ്യോ, ഞാൻ ഒന്നും കട്ടില്ലപ്പ, ഞാനാണ് കട്ടപ്പ. വെരി ഗുഡ്. ഇതെന്തോന്ന് കട്ടപ്പയ്ക്ക് ബാഹുബലിയുടെ എൻട്രി മ്യൂസിക്കോ? ഇനി ബാഹുബലി എന്തോ മ്യൂസിക് ഇട്ടോണ്ട് വരും. നിന്റെ ബാഹുബലി ഇതേപോലെ റേഷൻ കടയിൽ ചെന്ന് അരി ചുമന്നോണ്ട് വരൂ. അവിടെ ഇവിടെ വരെ ചുമന്നോണ്ട് വന്നതും പോരാ, മ്യൂസിക് ഇട്ടതാണ് തെറ്റ്. അയ്യോ, ഇതൊന്ന് പിടിയടി. അയ്യോ, ഹാർട്ടുകാരി സഞ്ചരിച്ചിട്ട് പനി ഇറച്ചപ്പോഴേക്കും അങ്ങ് ഭയങ്കര ഭാരം. ഇനി തൊട്ട് മാസം 2 തവണ റേഷൻ കടയിൽ അരി കിട്ടൂല. പിന്നെ എങ്ങനെയാ കട്ടപ്പ ഇപ്രാവശ്യം 2 തവണ ഒപ്പിച്ചേ? അതിനാ റേഷൻ കടയിൽ പോയിട്ട് വെച്ച് കോഴിക്ക് കൊടുക്കാൻ എത്തി അരി വരുമോന്ന് ചോദിച്ചു. അപ്പൊ അവര് തന്നു. ഓ, കോഴിക്ക് കൊടുക്കാനുള്ള അരി കോഴിയുടെ തന്നെ കൊടുത്തു വിട്ടു. അത് പറയൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ കോഴിന്ന്. കോഴിയല്ല, തോഴി. ആ, പറയൂ. ഈ അരി കൊണ്ടുപോയി അകത്ത് വെച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുപോ. ഈ കട്ടപ്പയ്ക്ക് വിശന്നിട്ട് പോയി. അല്ല കട്ടപ്പ, ഈ കട്ടപ്പയ്ക്ക് ആരാ കട്ടപ്പ എന്നുള്ള പേരിട്ടത്? അത് കട്ടപ്പനയിലുള്ള കുട്ടപ്പനാണ് കട്ടപ്പ. അതാ നായാട്ടിന് പോയ നമ്മുടെ ബാഹുബലി അല്ലേ വരുന്നത്. ഇത് എന്ത് പറ്റി ബാഹുബലിക്ക്? വെറുതെ കടന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി കടിയും കിട്ടി. എങ്ങനെ? ആ, വെറുതെ കടന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി കടിയും കിട്ടി. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. എങ്ങനെയാ കടിച്ചത്? വാ കൊണ്ടാ കടിച്ചത്. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. എങ്ങനെയാ കടിച്ചത്? വാ കൊണ്ടാ കടിച്ചത്. എങ്ങനെ കടിച്ചു? ഒന്ന് കടിച്ചു. എങ്ങനെ കുരച്ചു? ഒന്ന് കുരച്ചു. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. അപ്പൊ ബാഹുബലി ഓട്ടം തുള്ളലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് ഓട്ടം തുള്ളൽ പഠിച്ചോണ്ട് പ്രജകളുടെ മുന്നിൽ നാണം കേണ്ടാണ്ട് ഇതുവരെ വരാൻ പറ്റി. അല്ല, നായാട്ടിന് പോയ ബാഹുബലിക്ക് എന്ത് പറ്റി? നായാട്ടിന് പോയിട്ട് നായാട്ടി തന്നെ തന്നു. നോക്കിക്കൊണ്ട് കണ്ട എനിക്കൊന്ന് വീശിത്താ. യെസ് ബാഹുബലി. അയ്യോ മാമ, കുത്തല്ലേ. കുത്താനല്ലടാ, വീശാൻ. ഒന്നും പറ്റാനില്ലേ? സുഖമുണ്ടോ ബാഹുബലി? സുഖം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. പറയൂ ബാഹുബലി, എന്താണ് സംഭവിച്ചത്? മട്ടൻ, നിന്നെ കണ്ടില്ലെന്താ കുരോ? എന്റെ തന്തയ്ക്ക് പട്ടി അടിച്ചെന്ന് നിനക്കറിയില്ലേ? അയ്യോ, അതല്ല ബാഹുബലി, എന്താണ് സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് പറയൂ. ആ മാമ, ഞാന് നായാട്ടിന് ഇടത്തെ വശത്ത് കൂടെ പോകുകയായിരുന്നു. അപ്പൊ വലത്തെ വശത്ത് മിണ്ടാണ്ട് ഒരു പട്ടി കടന്നു. അപ്പൊ ഞാൻ പട്ടിയുടെ വായിക്ക് ഒരു കമ്പെടുത്ത് കുത്തി മാമ. ആ പട്ടി എന്നെ ചന്തിയിൽ കടിച്ചു മാമ. കടിച്ചു. കൊല്ലണം മാമ, ആ പട്ടിയെ കൊല്ലണം മാമ. കിട്ടണം മോനെ, നിനക്കിത് തന്നെ കിട്ടണം. പട്ടിയുടെ വായിൽ കമ്പിട്ടൂത്തി നാന്ന് കഥാപ്രസംഗം പറയണം. കുട്ടപ്പന് നിങ്ങളുടെ പേരെന്തോന്നു? നിങ്ങളെന്നെ അടിമ മാത്രമാണ്. പാപ്പാണ്. എന്റെ തലയിലെത്തിരി മുടി മുളച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോയല്ലേ. അപ്പൊ മാമനും എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ? ഇനി എനിക്ക് വേറെ ആരുമില്ല. കട്ടപ്പല്ലേ എപ്പഴാ ബെന്നിന്ന് കുട്ടാന്ന് പറയാൻ പറ്റില്ല. ഈ വാളിന് മുന്നീ നൂത്തുമ്പോഴേ മുറിച്ചല്ല, പിന്നെ പിന്നീ നൂത്തുമ്പോ മുറിയല്ല. ബാഹുബലി, ബാഹുബലി. അയ്യോ, നേരത്തെ കടിച്ച പട്ടി എന്നെ വീണ്ടും കടിക്കാൻ വരുന്നു. ബാഹുബലി, ബാഹുബലി, ബാഹുബലി. പട്ടിയല്ല, കുട്ടിയായിരുന്നു. ബാഹുബലി, ശത്രുക്കളെല്ലാവരും നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഓ, പിന്നെ ഇവിടെ ഒരു കൊട്ട മൊത്തം വളഞ്ഞിരിക്കാ. ഓ ബാഹുബലി, അതല്ല, അവര് നമ്മളോട് യുദ്ധം ചെയ്യാൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഇന്ന് അവരുടെ അടുത്ത് പോയിട്ട് പറ, എപ്പോഴും വളഞ്ഞിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂർന്നിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ നട് വളയും. ഓ ബാഹുബലി, അവര് നമ്മളെല്ലാവരും കൊല്ലും. ഓ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞു കിടന്ന് കീറല്ലെന്ന്, തിരിഞ്ഞില്ല അങ്ങോട്ട്. അയ്യോ മാമ, വീണ്ടും വീണ്ടും എന്നെ കുത്തരുത്. താനല്ലടാ വീശാൻ. മാമ, ഇനി നമുക്ക് എന്താ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുള്ളു?
അതിന് എന്റെ ഒരു വഴിയുണ്ട്. അതേത് വഴി മാമ? കാണുന്ന വഴി. അതൊരു ഞാൻ വലിയട്ടാ. അയ്യോ മാമ, ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുണ്ട് മാമ? വലിയല്ലേ മാമ? അയ്യോ, രാജ്യം ഭരിക്കുന്ന ബാഹുബലി ഒന്ന് വാങ്ങണ നോക്ക്. വേറെ പ്ലാൻ ബി ഉണ്ട് എന്റെ. കാണുന്ന പന നമുക്ക് വളച്ചു ശത്രുക്കളെ നേരെ ഇട്ടാലാ. പിന്നെ ഇവിടെ ഒരു തൊഴിലിനെ വളയ്ക്കാൻ പറ്റില്ല, പിന്നെയാണ് പന വളയ്ക്കുന്നത്. അല്ല, പന വളയ്ക്കാൻ കയറി നമ്മുടെ ഭടന്മാരെവിടെ? അവര് പനേരെ മുകളിൽ നിന്ന് പനങ്കള്ളു കുടിക്കും. ഓ, ഇതിനൊക്കെ എന്റെ അപ്പൂപ്പനാവണം. പണ്ടേ അടയ്ക്കാൻ വരാർന്ന് വളച്ചു വിടുമായിരുന്നു. വളച്ചു വിട്ടിട്ട് അവസാനം ആ അടയ്ക്കാൻ മരത്തിന്റെ വിറകെടുത്തിട്ട് തന്നെ അപ്പൂപ്പൻ അടക്കി. ഗുഡ് അപ്പൂപ്പൻ. ബാഹുബലി, ബാഹുബലി! അയ്യോ, പട്ടി എന്നെ വീണ്ടും കടിക്കാൻ വരുന്നു. നമ്മുടെ കൊട്ടാരത്തിന്റെ അകം മൊത്തം ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു. നമ്മളിനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, 10 മടൽ ഓല വെട്ടിട്ട് ആ കാലകയൻ ഇട്ടോട്. എന്തിനാ? നാക്ക് പഠിച്ചിട്ട് വരണ്ടേ? അവൻ പറയണതൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിംട്ട നുണ്ട ശുക്രേ. ബാഹുബലി, നമ്മളിനി എന്തോ ചെയ്യും? അയ്യോ, അങ്ങനാണെങ്കിൽ എന്റെ ഒരു വഴിയുണ്ട്. അതേത് വഴി? പറഞ്ഞ കുട്ടക്കകത്ത് കയർത്ത്. നീ ഇപ്പൊ എന്തിനാ എന്റെ കൊട്ടക്കകത്ത് കയറുന്നേ? എന്തായാലും യുദ്ധം പൊളിഞ്ഞ് എല്ലാം കുട്ടക്കകത്താവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കയറിയിരിക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ? ഇവർക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഇവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏത് കുട്ടികൾ ഇത്രയും വളരെ മനോഹരമായിട്ട് ഡയലോഗ് പ്രസന്റ് ചെയ്യും, സ്റ്റേജിൽ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് അവരെ സമ്മതിക്കണം. ബിഗ് ക്ലാപ്പ്. സൂപ്പർ 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 സൂപ്പർ. എടാ, നമുക്ക് ഇനി അവരെ ഒന്ന് പേടിപ്പിച്ചാലോ? പേടിപ്പിക്കണം. നിന്റെ ഈ വേഷത്തില്, നിന്റെ പെർഫോമൻസിലും ആണ് എല്ലാത്തിലും. ഗേൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയും കൂടെ ഇടോടാ കാലില്. 2 കാലിലും ഇച്ചിരി വേണോ? ഏയ്, ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടോളാം. ഞങ്ങളുടെ യൂണിവേഴ്സൽ താരമതാ. ഇനി അടുത്ത ആരിതത്തിന്റെ വക ഒരു കവിത. എന്തെങ്കിലും ഒരു പാട്ടിലും പാടാ. പാട്ടാ? ആ. നീലവേ നീ തെളിയുന്ന മേലെ വാനിൽ മതിയേ, വാനിൽ നീ മണ്ണിൽ ഞാൻ, നീ എൻ്റെ സ്വന്തമേ. അമ്പിളിയേ കൺമുന്നിലായി വിരിയേ, എന്നരികത്തു നീ വരുമോ, പിരിയാതെ ചേരുമോ. നീ എൻ നെഞ്ചിനാഴമേ, നീ എൻ പാട്ടിനീണമേ, നീ നിറഞ്ഞുവൻ കനവാകെ, ഉയിരേ എൻ ജീവനേ എൻ സർവമേ. നമ്മള് ഏറ്റവും എന്താ പറയാ, ഈ ഒരു ഗെറ്റപ്പില് അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കേൾക്കേണ്ടായിരുന്നു. അത് എനിക്ക് സത്യരാജ് സാറിനെ ഓർമ്മ ഈ പാട്ട് പാടുന്നത്. പിന്നെ നമ്മുടെ ബാഹുബലി, പാവം ഷഡ്ഡിട്ട ബാഹുബലി ആദ്യമായിട്ട്. പക്ഷെ സൂപ്പർ. ഏത്? മറ്റേ ഷഡ്ഡിയല്ല, പിന്നെ എന്താ പറയാ, ടൈമിംഗ് പറഞ്ഞ മോനെ. അതിന്റെ ടൈമിംഗ് സെൻസ് സൂപ്പർ. യു ആർ എ വെരി ഗുഡ് ആക്ടർ, വെരി ഗുഡ്. തീർത്ഥക്കുട്ടി നല്ലൊരു എനർജി ആയിട്ട് തന്നെയാണ് മോള് ചെയ്തത്. നല്ല കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഈ കാണിക്കുന്ന ആക്ഷനൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണ് മോൻ? കൈ നിടുന്ന ഇവരെല്ലാരും അല്ലേ? സത്യത്തിൽ ഇവനെ കാണുമ്പോഴേ തങ്കച്ചേട്ടനെ ഓർമ്മ. തങ്കച്ചേട്ടന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആക്ഷൻ ഫില്ല് ചെയ്യണം. ഇവൻ എന്തെങ്കിലും ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ഡാൻസ് കളിച്ചോളാം. ഇതൊക്കെ അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളം എത്രത്തോളം ബാറ്ററി ചാർജ് ആക്കി പൈസ നേടി എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലോ? അറിയാം. നീ പ്രതീക്ഷിച്ചില്ല ഇത്ര? ഞങ്ങൾ 21 കിട്ടുന്നതിന് അതിന്റെ കൂടെ എന്റെ ഒരു ഉമ്മ കിട്ടി. 21,000 rupees ആണ് നമ്മുടെ ഈ ടീമിന് ലഭിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്തോളൂ. 1 2